മൈ ഗൈസ്, കോഴിക്കോട് നിന്ന് അരീക്കോടുക്ക് വരുന്ന വഴിമെന്നാണ് നമ്മളെ അലാക്കിന്റെ വണ്ടി നമുക്ക് നല്ലൊരു പണി ഉണ്ട്. ആ വണ്ടി ഉന്തിത്തള്ളി കഴിഞ്ഞ് നമ്മൾ ആകെ ക്ഷീണിച്ചിട്ടുമ്പോഴാണ് ടർക്കിഷ് നമ്മളെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഗൈസ്, അങ്ങനെ ടർക്കിഷ് നമ്മൾ മന്തി കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അപ്പുറത്തുനിന്ന് നല്ല ശബ്ദം കിട്ടും. അങ്ങനെ ഒരു മൊയിലാരാക്കിനെ ചോദിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായി അപ്പുറത്തുള്ള കോളേജിൽ അടിപൊളി പരിപാടി എടുക്കാം. സംഭവം അവിടെ എന്തൊക്കെയോ പരിപാടി വെച്ചപ്പോഴൊക്കെ കേൾക്കിട്ടു. എന്നാ പിന്നെ നമുക്കൊന്ന് പോയോക്കല്ലേ. ഞങ്ങൾ വരി കേറി വരുന്നത് തന്നെ കുറെ ആർട്ട് ഉണ്ട് ഗൈസ്. മോസ്റ്റ്ലി പലസ്തീനെ കുറിച്ച് തന്നെയാണ്. നമുക്കൊന്ന് കണ്ടോക്കാം. മരിച്ചത് ഞാനല്ല, നീയാണ് മുസ്ലിമേ. ഫാസിസ തടവറയിൽ അടിമയായി നിൽപ്പോ നീ. ഇത് കുറ്റിക്കാട്ടിലുള്ള ശംസുലുദ എന്ന് പറഞ്ഞ ഹുദവി കോളേജാണ്. ഇവിടെ കൊല്ലം നടക്കുന്ന ആർട്സ് ഫെസ്റ്റ് ഇപ്പൊ നടക്കണെന്നാണ് നമുക്ക് മനസ്സിലാവണേ. കുട്ടികളൊക്കെ അങ്ങോട്ടൊരു പരക്കം പോയാ. എന്നാ നമുക്കൊന്ന് വേദി പോയേക്കാം. കുട്ടികളെ മേശപ്പാൻ തോന്നുന്നുണ്ട്, നമുക്കൊന്ന് കേറി ഇറങ്ങി നോക്കാം. ഒരേ പൊളി, പിള്ളേരൊക്കെ ഫുൾ ചാർജ്. നമുക്ക് കോളേജൊക്കെ ഒന്ന് കണ്ടിറങ്ങി വരാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ കൺട്രോളറിനെ കിട്ടണേ. അപ്പൊ നമുക്ക് ഈ ഫെസ്റ്റിന്റെ പേര് സെറ്റപ്പ് ഒക്കെ ചോദിച്ചു നോക്കാം. നമ്മളെ പരിപാടിന്റെ പേര് എന്ന് വെച്ചാല് ഉസ്താവേഴ്സ് എന്നാണ്. അതായത് ഉസ്താദ്മാരുടെ യൂണിവേഴ്സ് എന്നാണ്. അപ്പോ നമ്മളെ തീം എന്ന് വെച്ചാല് മൊലാരിറ്റി ആൻഡ് മോഡേണിറ്റി. ഗൈസ്, സംഭവം നൈസായില്ലേ? എനിക്ക് ഭയങ്കര ലൈക്ക് ആയിട്ടു. നമ്മളിപ്പത്തെ കാലത്ത് നമ്മള് മൊയ്ലാമാരെ രണ്ടായി കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓലോടെ പറയാനുള്ളത് നമ്മളിപ്പോഴും അപ്പോഴും ഇവിടെ കണ്ടെന്നാണ് ഈ ആർട്ടിസ്റ്റ് പറയുന്നത്. ഇവിടെ ഊട് നോക്കണെങ്കിലും മൊത്തത്തിൽ പലസ്തീന. ആദ്യം നമ്മൾ കൊടി നോക്കണെങ്കിൽ 4 ടീമിന് പലസ്തീന്റെ 4 കളറാണ് വിരിച്ചൊട്ടി. മാത്രമല്ല ഒഫീഷ്യൽ ഫ്ലാഗ് പലസ്തീനാണ്. വേദ്യം ഫുള്ള് പലസ്തീനാണ്. ഇനി നമ്മള് സ്കോർ ബോർഡ് നോക്കണെങ്കിൽ അവിടെയും പലസ്തീൻ. സ്കോർ ബോർഡ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ ഇവിടുത്തെ ടീമറൊക്കെ കട്ടക്ക് വാശിയിലാണ്. 1-2 മാർക്കിലൊക്കെയാണ് ഫസ്റ്റ് സെക്കൻഡ് നിൽക്കണേ. ഇതിന്റെ മധുരം കൂട്ടാൻ വല്ല ഇവിടെ വേറെ സെറ്റപ്പ് ഉണ്ടാക്കി. കൂട്ടത്തിൽ നമ്മളൊരു പൈനാപ്പിളാണ് എടുത്തത്. നമ്മൾ ഈ കോളേജിന്റെ വരാന്തേ കൂടെ നടക്കുമ്പോഴാണ് നമ്മളെ റോൾ മോഡലായ വലിയൊരു വ്ളോഗർ നമ്മൾ കണ്ടത്. നമുക്ക് മൂപ്പരോട് സംസാരിച്ചു നോക്കല്ലേ. നമുക്ക് മൂപ്പരടുത്തേക്ക് പോവാം. തങ്ങളെ സ്നേഹിക്കും. തങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വ്ളോഗിംഗ് എന്തിനും ഞങ്ങൾക്ക് ഫെസ്റ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഫെസ്റ്റ് മാഷാഅല്ലാഹ് ഉഷാറാണ്. ഫുള്ള് അട്ടർലി ഡിഫറെന്റ്. പേര് നല്ല ഇഷ്ടമായി. ഉസ്താവേഴ്സ്, ഇതൊക്കെ ഏതാ യൂണിവേഴ്സ്, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ അട്ടർലി ഡിഫറെന്റ് ആണ്. എന്തായാലും കമ്മിറ്റിക്കൊക്കെ അഭിനന്ദനങ്ങൾ. കോളേജിന്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു 4 സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ 4 സ്റ്റേജിനോല് ഫലസ്തീന്റെ ഓരോ നാടിന്റെ പേരാ കൊടുത്തു. ഗ്രൗണ്ട് ചെക്കന്മാരും കാണില്ല. നമുക്ക് ഇവിടുത്തെ ചെക്കനെ ചോദിച്ചു നോക്കാം. ചെക്കന്മാരൊക്കെ നൈറ്റ് കിടിലം കവാലുണ്ട്, അതിനൊരുങ്ങാം. സോ ചെക്കന്മാരൊക്കെ പ്രാക്ടീസിലാണ്. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ഒക്കെ ഒന്ന് കണ്ടുവരാം. എന്നിട്ട് നൈറ്റ് കവ്വാലി വരെ വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, ഞാൻ അങ്ങനെ മേരി ബിസ്കറ്റ് ഇറങ്ങിയപ്പോഴത്തേനും അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആകെ മാറിയിടും. ഇവിടെ എല്ലാറ്റും ഒരു ലൈറ്റ് കത്തിച്ച് മറ്റേതോ ഒരു വൈപ്പാക്കിയിടും. അങ്ങനെ നമ്മൾ കവാലിക്ക് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗിലാണ്. അപ്പൊ നമുക്കൊന്ന് പോയോക്കല്ലേ. ഞാൻ മനസ്സിലാക്കണേ ഇവിടുത്തെ പരിപാടി ഇത്ര സ്മൂത്ത് ആയിട്ട് കണ്ടാണ്. ഇവിടെ ഓടി നടക്കുന്ന ഉസ്താദ്മാരും വിപൻസക്കാരും മീഡിയക്കാരും പ്രവർത്തനം കൊണ്ടല്ലേ. പിന്നെ ഞാൻ ഇവിടെ അവിടെ ഇവിടെ കണ്ട വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ജൂനിയർ കുട്ടികളെ സീനിയർ കുട്ടികളെ നല്ല ഒരുക്കി സെറ്റാക്കി പ്രാക്ടീസ് എടുത്ത് കൊണ്ട് ഓരോ കരോക്കെ ഇഫ്താറാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ख्वाजा का मेला आरेला സോ ഗൈസ്, കവ്വാലി കഴിഞ്ഞ് നമ്മള് ഹൗസിലൊക്കെ പോയി കണ്ട മാതിരി പ്രാക്ടീസിന്റെ മാതിരി തന്നെ ഒരു കിടിലാക്കിട്ട പരിപാടി. നമുക്ക് റിസൾട്ടിലേക്ക് കിടക്കാം. നമുക്ക് റിസൾട്ട് ഒന്ന് കണ്ടോക്കാം. സോ ഗൈസ്, കവ്വാലും കഴിഞ്ഞ് വണ്ടി റെഡിയായി ഒക്കെ റാത്തായി. നമ്മൾ പോവാണ്. ബാക്കി നാളെ. അസ്സലാമു അലൈക്കും.